ചാലിശ്ശേരി പട്ടാമ്പി പാത നവീകരണം സർവേ തുടങ്ങി. പെരുമ്പലാവ് നിലമ്പൂർ സംസ്ഥാന പാതയുടെ ഭാഗമായ ചാലിശ്ശേരി തണത്തറ പാലം മുതൽ പട്ടാമ്പി പാലം വരെയുള്ള 13.5 കിലോമീറ്റർ ദൂരം നവീകരിക്കുന്നതിന്റെ ഭാഗമായി സർവേയും അതിർത്തി നിർണ്ണയിക്കലും തുടങ്ങി. സർവേയർമാരായ KP റമീസ്, PP ശരത് എന്നിവരുടെ നേതൃത്വത്തിൽ 2 ടീമുകളായാണ് സർവേ നടത്തുന്നത്. നിലവിൽ 7 മീറ്റർ മാത്രം വീതിയുള്ള പാതയുടെ മുകൾ ഭാഗം മിക്കയിടങ്ങളിലും അടർന്നു പോയിട്ടുണ്ട്. മഴക്കാലമായാൽ ചാലിശ്ശേരി, വട്ടത്താണി, കൂറ്റനാട്, വാവന്നൂർ, ഞാങ്ങാട്ടിരി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ടുണ്ടാകുന്നതും ചാലിശ്ശേരിയിൽ നിന്ന് പാത കൂറ്റനാട് എത്തുമ്പോൾ മറ്റൊരു സംസ്ഥാന പാതയായ പൊന്നാനി പാലക്കാട് റോഡും ചേരുന്നുണ്ട്. കൂറ്റനാട് ടൗൺ വികസനത്തിന്റെ ഒരുക്കങ്ങളും തുടങ്ങിയിട്ടുണ്ട്. ചാലിശ്ശേരി പട്ടാമ്പി പാത ഉന്നത നിലവാരത്തിൽ BMBC മാതൃകയിലാണ് നവീകരിക്കുന്നത്. നവീകരണം പൂർത്തിയാകുമ്പോൾ പാതയിലെ വീതി കുറവ്, അപകടകരമായ വളവ് തിരിവുകൾ, കുത്തനെയും ചെരിവിറക്കവുമായ കയറ്റിറക്കങ്ങൾ, സിഗ്നലുകളിലെ പോരായ്മകൾ എന്നിവയെല്ലാം നവീകരണത്തോടെ പരിഹരിക്കപ്പെടും. റോഡിന്റെ വീതി കൂട്ടും. അഴുക്കച്ചാലുകൾ, റോഡിന് കുറുകെയുള്ള 28 ഓവുപാലങ്ങൾ, ആവശ്യമായ ഇലക്ട്രോണിക് സിഗ്നൽ സംവിധാനങ്ങൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, ബസ് ബേകൾ, വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങിയവയും നിർമ്മിക്കുമെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 53.64 കോടി രൂപയാണ് അനുവദിച്ചതെങ്കിലും പുതുക്കിയ അടങ്കലിന്റെ അടിസ്ഥാനത്തിൽ 63.79 കോടി രൂപ സർക്കാരിൽ നിന്ന് അനുവദിച്ചെന്നും മന്ത്രി പറഞ്ഞു. 13.8 കോടിയാണ് കൂറ്റനാട് നഗരവികസനത്തിന് അനുവദിച്ചത്. റോഡിന്റെ നവീകരണം പൂർത്തീകരിച്ച് 2026 ഫെബ്രുവരി 4 സമർപ്പിക്കാനാണ് ലക്ഷ്യം. റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി KSTP ആണ് പദ്ധതി നിർവഹണം.